പ്രിയങ്ക ഗാന്ധി ഇന്ന് രാജ്യത്തിൻ്റെ പ്രതീക്ഷയായി ഉയർന്നു വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ പുതിയ കുതിച്ചുചാട്ടമാവുന്ന കാഴ്ചയാണ്. താൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്ന പ്രിയങ്ക ഗാന്ധി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ രാജ്യം അതീവ ശ്രദ്ധയോടെ നോക്കി നിന്നു. കാരണം ഇന്ദിരയുടെ കൊച്ചുമകളാണ് പ്രിയങ്ക ഗാന്ധി. ആർജവത്തോടെ ഇന്ത്യയെ നയിച്ച ഇന്ത്യയുടെ ഉരുക്ക് വനിതയുടെ അതേ രക്തം ഇവിടെ പുതുവിപ്ലവം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷ പ്രിയങ്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉയർത്തിവിടുന്ന ചോദ്യശരങ്ങളിൽ മോദി സർക്കാർ ഉത്തരമുട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. മോദി അധികാരത്തിൽ കയറിയത് മുതൽ ഇന്ത്യയുടെ പൂർവ്വസൂരികളായ മഹാത്മാഗാന്ധിയെയും അംബേദ്കറെയും ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും അടക്കം അപമാനിക്കുന്ന നടപടികളാണ് അനുവർത്തിച്ചു പോരുന്നത്. ഇതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ മുതിർന്ന മോദിക്ക് ചുട്ട മറുപടിയുമായി പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീതട കരാറുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച ആരോപണത്തിൽ രൂക്ഷ പ്രതികരണമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നത്. ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ മോദി നെഹ്റുവിനെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് പ്രിയങ്ക തുറന്നടിച്ചു. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഭൂതകാലത്തെ മറച്ച് വർത്തമാനകാലത്തെ മോദിയെ ബിംബവൽക്കരിക്കുകയും RSS അജണ്ട നടപ്പിലാക്കുകയുമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്ന വോട്ട് കൊള്ളയിലൂടെ തെളിയുന്നത്. പരിഹാരമായി മോദി രാജിവെക്കണം, അതല്ലെങ്കിൽ ഈ കൊള്ളയുടെ വിശദാംശങ്ങൾ പൊതുജനത്തോട് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം കാണിക്കണം എന്നും അവർ പറഞ്ഞു. ചരിത്രത്തെ വളച്ചൊടിച്ചും ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞും കുപ്രസിദ്ധി നേടിയവരാണ് സംഘപരിവാറുകാർ. നെഹ്റുവിനെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രസ്താവനകൾ നിരന്തരം സംഘപരിവാർ സംഘടനകൾ നടത്തുന്നതിനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നഖശിഖാന്തം പ്രതിരോധിക്കുകയാണ്. അത്തരമൊരു പ്രസ്താവനയാണ് മോദി കഴിഞ്ഞ ദിവസം നെഹ്റുവിനെ കുറിച്ച് നടത്തിയത്. സിന്ധു നദീതട കരാറുകൊണ്ട് ഇന്ത്യക്ക് യാതൊരു നേട്ടവുമില്ല എന്ന് നെഹ്റു സമ്മതിച്ചിരുന്നതായാണ് NDA പാർലമെന്ററി യോഗത്തിൽ മോദി പറഞ്ഞതായി NDTV റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. നെഹ്റു രാജ്യത്തെ 2 വട്ടം വിഭജിച്ചു എന്നാണ് മോദി പച്ചക്കള്ളം പ്രസ്താവിച്ചത്. ആദ്യം റാപ്പ് ക്ലിപ്പ് രേഖയിലൂടെ, പിന്നെ സിന്ധു നദീതട കരാറിലൂടെ എന്നാണ് മോദി പറഞ്ഞത്. NDA യോഗത്തിൽ BJP MP ജഗദംബിക പാലും നെഹ്റുവിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിച്ച് വോട്ടുകൊള്ള നടത്തി രാജ്യത്തെ അദാനിക്ക് പണയപ്പെടുത്തി ഇന്ത്യയെ വർഗീയവൽക്കരിച്ച് ചരിത്രം മായ്ച്ചും തിരുത്തിയും ചരിത്രത്തെ ഛിന്നഭിന്നമാക്കുന്ന നയങ്ങൾ കൊണ്ടും ഇന്ത്യൻ ജനത വഞ്ചിക്കപ്പെട്ടു എന്ന സത്യം തികഞ്ഞ വ്യക്തതയോടെ രാഹുൽ ഗാന്ധി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതോടെ ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാനാണ് ഇപ്പോൾ മോദി സംഘപരിവാർ സംഘടനകൾ വഴി നെഹ്റുവിനെതിരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. വിദ്യാസമ്പന്നരും ഉന്നത ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നവരുമായ സംഘപരിവാർ അണികൾ കുടുംബ ഗ്രൂപ്പുകളിലും സ്കൂൾ കോളേജ് അലുമിനി ഗ്രൂപ്പുകളിലുമെല്ലാം വ്യാപകമായി നുണകൾ പ്രചരിപ്പിക്കുകയാണ്. വ്യക്തിപരമായും കുടുംബപരമായും നെഹ്റു കുടുംബത്തെ മോദിയും സംഘപരിവാർ അടിമകളും കടന്നാക്രമിക്കുമ്പോൾ അതേ രക്തത്തിൽ പിറന്ന പ്രിയങ്ക ഗാന്ധി പിന്നെ വെറുതെ ഇരിക്കുമോ? അവർ ഉണർന്നു, മോദിക്കെതിരെ ആഞ്ഞടിച്ചു. പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ പ്രകമ്പനം കൊണ്ട പ്രധാനമന്ത്രി ആകെ പരവശനായ കാഴ്ചയാണ് ഇന്ത്യൻ ജനത പിന്നീട് കണ്ടത്. മോദിക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യേ എന്ന് മോദിയുടെ മൂക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ച പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം രാജ്യം കണ്ടതാണ്. മോദി എന്ന് പ്രിയങ്ക ഗാന്ധിയെ ഒന്നും ചെയ്തില്ല, ചെയ്യാൻ ധൈര്യമുണ്ടായില്ല. കാരണം രാഷ്ട്രീയമല്ല പ്രിയങ്ക രാജ്യത്ത് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇന്ന് മോദി ഭരണത്താൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട സാഹോദര്യം, അഖണ്ഡത, മതേതരത്വം എന്നിവയാണ്. അത് ജനത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ടാകുമ്പോൾ ജനം പ്രിയങ്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ്. രാജ്യത്തെ പടുത്തുയർത്തിയ പൂർവികരെ മോദി അപമാനിക്കുമ്പോൾ പ്രിയങ്ക സടകുടഞ്ഞെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നത്. ഇന്ന് ഈ പെൺസിംഹത്തെ വിശ്വസിക്കുന്നു രാജ്യം. ഇവർക്ക് ഇന്ത്യയെ നയിക്കാൻ കഴിയും, ഇന്ത്യയെ പ്രിയങ്കയ്ക്ക് വീണ്ടെടുക്കാൻ കഴിയും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.